ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. മൊഡ്യൂൾ 2 എക്കോസിസ്റ്റംസ്. എന്താണ് ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അവിടെ ഒരുപാട് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവരൊക്കെ ഒരുമിച്ച് വളരുക. അതുപോലെ തന്നെ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ജീവനില്ലാത്ത ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഏരിയനെയാണ്, അവർ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഏരിയയാണ് ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ecosystem is a system of living things that interact with each other and with the physical world. നമ്മൾ ലിവിങ് തിങ്സ് ഇൻട്രാക്ട് ചെയ്യുകയാണ് എന്തിൽ, ഈ എക്കോസിസ്റ്റത്തിൽ, വിത്ത് ആരുമായിട്ട്, ദ ഫിസിക്കൽ വേൾഡ്. അവർ പരസ്പരവും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ നമ്മുടെ വേൾഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ചുറ്റുപാടുമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എക്കോസിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ നാച്ചുറിനെ, പ്രകൃതിയെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് എക്കോസിസ്റ്റം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് നാച്ചുറലും രണ്ടാമത്തത് മാൻമെയ്ഡ് ഓർ ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടെറസ്ട്രിയൽ, അക്വാട്ടിക്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, ഇതൊക്കെയാണ് ആ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, അവിടെ ഒരുപാട് ജന്തുജീവജാലങ്ങളുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അവിടുത്തെ എൻവയോൺമെൻറ്റ്, ചിലപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളും കാര്യങ്ങളൊക്കെ അവരൊക്കെ പരസ്പരം ഇൻട്രാക്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ പുൽത്തകിടുകൾ, ഗ്രാസ് ലാൻഡ്, അതുപോലെ തന്നെ ഡെസേർട്ട്, മരുഭൂമി, ഇതൊക്കെ ഓരോ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റംസ് ആണ്. ദെൻ അടുത്തൊരു നാച്ചുറൽ എക്കോസിസ്റ്റമാണ് അക്വാട്ടിക്. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ മറൈനും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. രണ്ട് തരത്തിലാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം വരുന്നത്. മറൈനിൽ വരുന്നതാണ് നമ്മുടെ കടൽ, സീ, ഓഷ്യൻ, എസ്റ്റുറീസ് എന്ന് പറഞ്ഞാൽ അഴിമുഖങ്ങളൊക്കെ ഉണ്ടാവില്ല, ഈ കടലും അതുപോലെ തന്നെ പുഴയൊക്കെ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമാണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. ദെൻ ഫ്രഷ് വാട്ടർ അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ആണ് പോണ്ട്, ലേക്ക്, റിവർ, സ്ട്രീം, അതായത് കുളം, തടാകങ്ങൾ, പുഴ, പിന്നെ അരുവികൾ, ഇതൊക്കെയാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റംസ്. ഓക്കെ, ദെൻ മാൻമെയ്ഡ് ഓർ ആർട്ടിഫിഷ്യൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ അക്വേറിയം, അതായത് നമ്മൾ വീടുകളിലൊക്കെ അക്വേറിയംസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന മാൻമെയ്ഡാണ് അതൊക്കെ, അല്ലേ. ദെൻ ക്രോപ്പ് ഫീൽഡ്സ്, നമ്മൾ കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ ഫ്ലവർ ബേഡ്സ്, പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. മറ്റത് നാച്ചുറൽ, പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ചില എക്കോസിസ്റ്റംസ് ആണ് മുകളിൽ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ. ദെൻ മാൻമെയ്ഡ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, നാച്ചർ ഓഫ് ആൻ എക്കോസിസ്റ്റം. അതിൽ രണ്ടായിട്ടാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. അതിൽ ലിവിങ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസും ഉണ്ട്, അബയോട്ടിക് കമ്പോണൻസും ഉണ്ട്. ഓക്കെ, ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കളായിരിക്കും. നോൺ ലിവിങ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അബയോട്ടിക്, ജീവനില്ലാത്തതായിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലിവിങ് കമ്പോണൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദകർ, കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താക്കൾ, അത് ഉപയോഗിക്കുന്ന ആളുകൾ. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘാടകർ എന്നൊക്കെ പറയും. ഓക്കെ, ദെൻ നോൺ ലിവിങ് കമ്പോണൻസ് പറയുമ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലിവിങ് തിങ്സ് ആണ് അല്ലെങ്കിൽ ബയോട്ടിക് ആണ് ഈ മൂന്നെണ്ണം. ദെൻ നോൺ ലിവിങ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബയോട്ടിക് കമ്പോണൻസ്, അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. അതിന് വേറൊരു പേരാണ് ഓട്ടോട്രോഫ്സ്, പ്രൊഡ്യൂസേഴ്സിന് പറയുന്ന മറ്റൊരു പേര്. ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയ വിച്ച് മാനുഫാക്ചർ ദെയർ ഓൺ ഫുഡ്. അതായത് ഗ്രീൻ പ്ലാന്റ്സ്, നമ്മുടെ ചെടികൾ, നമ്മുടെ ചെടികൾ, അതുപോലെ തന്നെ സം ബാക്ടീരിയ, ജീവനുള്ള
ചില ബാക്ടീരിയകളൊക്കെ അവർ സ്വയം ഭക്ഷണം പാകം ചെയ്യുന്ന അവരെയാണ് എന്തെന്നാണ് പ്രൊഡ്യൂസേഴ്സ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുക, ഫുഡൊക്കെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സം കൈൻഡ് ഓഫ് എന്താണ് ജീവജാലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഹെട്രോട്രോപ്സ് എന്നാണ് കൺസ്യൂമേഴ്സിനെ പറയുന്നത്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആനിമൽസ് വിച്ച് ഒബ്റ്റെയിൻ ദെയർ ഫുഡ് ഫ്രം പ്രൊഡ്യൂസേഴ്സ്. അതായത് ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ചെടികളോ മറ്റെന്തെങ്കിലുമൊക്കെ അവർ ഫുഡ് പാകം ചെയ്തു, അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആളുകളെയാണ്, യൂസ് ചെയ്യുന്ന ആളുകളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. കൺസ്യൂമേഴ്സ് 3 ടൈപ്സ് ഉണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടേർഷ്യറി കൺസ്യൂമേഴ്സ്. ഓക്കെ. ദെൻ അടുത്ത മൂന്നാമത്തതാണ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൺസ്യൂമേഴ്സ്, നമ്മൾ ഭക്ഷണം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ കൺസ്യൂമേഴ്സിനെ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെ ഭക്ഷണമാക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് ബാക്ടീരിയ, ഫംഗി, ഇപ്പോൾ ചത്തു കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും ജന്തുജീവജാലങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ അവയൊക്കെ ആഹാരമാക്കുന്ന മറ്റ് ചില ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, ബാക്ടീരിയ, ഫംഗി അതൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് അവർ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നവരെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബയോട്ടിക് കഴിഞ്ഞു. അടുത്തത് അബയോട്ടിക് കമ്പോണൻസ്, ജീവനില്ലാത്ത എന്തൊക്കെയാണ് എക്കോസിസ്റ്റത്തിലുള്ളതെന്ന്. ഫസ്റ്റ് വൺ ഓൾറെഡി പറഞ്ഞു, ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? റെയിൻഫാള്, സൺലൈറ്റ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, നാച്ചർ ഓഫ് ദി സോയിൽ. അതൊക്കെ ഇതിനൊന്നും ജീവനില്ല, ഇല്ലല്ലോ. അതൊക്കെ ഓരോ പ്രോസസ്സുകളാണ്. മഴ പെയ്യുക, സൂര്യപ്രകാശം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ പറയുന്നത്. ഓക്കെ. അടുത്തതാണ് കെമിക്കൽ ഫാക്ടേഴ്സ്. കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സലൈനിറ്റി ഓഫ് വാട്ടറിലുള്ള സലൈനിറ്റി, അതുപോലെ തന്നെ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ സോയിൽ, മണ്ണിലുള്ള ന്യൂട്രിയൻസ്, ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടറിലുള്ള ഓക്സിജൻ്റെ കണ്ടൻറ്റ്, പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആൻഡ് എയർ ഇൻ സോയിൽ, മണ്ണിലുള്ള വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും ഒക്കെയുള്ള പെർസെൻറ്റേജ്. ഇതൊക്കെയാണ് കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. അതായത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറയുമ്പോൾ അതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട്, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ഫാക്ടറാണ്, വാട്ടർ, ഷെൽട്ടർ ഒക്കെയാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഫുഡ് ചെയിൻ. എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്നൊക്കെ പറയും. എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം ദ സോഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ് ബൈ റിപ്പീറ്റഡ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ അപ്പ് ഈസ് റെഫേർഡ് ടു ആസ് എ ഫുഡ് ചെയിൻ. അതായത് ഫുഡ് എനർജി നമുക്കറിയാം, ആഹാരത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫുഡ് കിട്ടുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഒക്കെയാണ്, അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ്സിൽ നിന്ന് അവയെ ഭക്ഷിക്കുന്ന കുറച്ച് ആളുകൾ, പിന്നെ അതായത് പ്ലാന്റ്സ് ഒക്കെ തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ഓർഗാനിസം, ദെൻ അവരെ ഭക്ഷിക്കുന്ന മറ്റ് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള കുറച്ച് ജന്തുജീവജാലങ്ങൾ, ദെൻ അങ്ങനെ ഈ ഒരു പ്രോസസ്സ്, പിന്നെ അവരെ കഴിക്കുന്ന മറ്റൊരു കൂട്ടർ, അങ്ങനെ ഈ ഒരു ചെയിൻ ഒന്നിനെ ആഹാരമാക്കും, അതിനെ മറ്റൊരു ഓർഗാനിസംസ് ആഹാരമാക്കും. ഇങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോളാർ എനർജി, സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഭക്ഷണം പാകം ചെയ്യും. ഇവിടെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ചെയിനിലുള്ള ഓരോ ലെവൽസാണ്, ഓരോ ഘട്ടത്തിലുള്ള ആളുകളിലെയാണ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടെ. അവർ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ ഉണ്ടാക്കും.
ഈ ചെടികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തത് ഇവർ ഈ ചെടികളൊക്കെ ഭക്ഷിക്കുന്ന ആരാ? പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, ചെറിയ ചെറിയ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. അവർ വരുന്ന ലെവൽ സെക്കൻഡ് ട്രോഫിക് ലെവലാണ്. ഓക്കെ, ഇനി പുഴു അതുപോലെ തന്നെ ചെറിയ ഓർഗാനിസംസിനൊക്കെ ഭക്ഷണമാക്കുന്ന കാക്ക, അതുപോലെ തന്നെ മറ്റ് ചില പക്ഷികളോ മറ്റു വല്ല ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെയാണ് തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്, അതായത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇനി അവരെ ഭക്ഷണമാക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ പരുന്ത്, അതുപോലെ തന്നെ മറ്റു കുറച്ചും കൂടി വലിയ ജീവികളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ. അവർ ഫോർത്ത് ട്രോഫിക് ലെവൽ വരും, അതായത് ടേഴ്സറി കൺസ്യൂമേഴ്സ് എന്ന് പറയും അവരെ. ഓക്കെ, അതായത് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഇവിടെ ഹെർബിവോഴ്സ് എന്ന് പറയും. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കാർണിവോഴ്സ് എന്ന് പറയും. ടേഴ്സറി കൺസ്യൂമേഴ്സിനെ ഇവിടെ ടോപ്പ് കാർണിവോഴ്സ് എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് ഇവിടെ ഡീകമ്പോസേഴ്സ് ഉണ്ട്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാലൊക്കെ ചില സ്മോൾ ഓർഗാനിസംസ് ആണ് അവരെ ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. അവർ ഡെട്രിറ്റിവോറസ് എന്ന് പറയും. ഡീകമ്പോസേഴ്സ് ആൻഡ് ഡെട്രിറ്റസ് ഫീഡേഴ്സ് എന്നൊക്കെ അതായത് സ്മോൾ ഓർഗാനിസംസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടൊരു ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ഫുഡ് വെബ്. അതായത് നമ്മൾ ഫുഡ് ചെയിൻ പറഞ്ഞു, ഈ ഒരു ഫുഡ് ചെയിനിൻ്റെ ഒരു ശൃംഖലയാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഒരുപാട് ഫുഡ് ചെയിൻസ് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു ഫുഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ്റർമിക്സിങ് ഓഫ് ഫുഡ് ചെയിൻസ്. ഓക്കെ, ദ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഫോംഡ് ബൈ ദ സെവറൽ ഫുഡ് ചെയിൻസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടുഗദർ ഈസ് കോൾഡ് ഫുഡ് വെബ്. അതായത് ഒരുപാട് ഫുഡ് ചെയിൻസ് ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേണിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാസ് മൗസ് ഈറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാസ് ഇവിടുത്തെ റാബിറ്റ് ഈറ്റ് ചെയ്യുന്നുണ്ട്. റാബിറ്റിന് സ്നേക്ക് ഈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാസ് ഹോപ്പർ ഈറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെ സ്നേക്ക് ഈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മൗസിനെ കുക്കമ്പുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ബേർഡാണ്, അവർ ഈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനെ ഈറ്റ് ചെയ്യുന്നത് ഈഗിൾസ് ഈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്നേക്കിന് ചിലപ്പോൾ ഈ ഒരു പക്ഷി ഈറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെയും ചിലപ്പോൾ മേ ബി ഈ ഒരു പക്ഷി ഈറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാം ഒരു ഇൻ്റർ കണക്ഷനാണ്. ഇത് ഓരോന്നും എടുത്ത് നോക്കിയാൽ നമുക്ക് ഓരോ ഫുഡ് ചെയിൻ സിംഗിൾ എന്തായിട്ട് കിട്ടും, ഫുഡ് ചെയിൻ ആയിട്ട് കിട്ടും. ഇവരൊക്കെ കണക്ട് ചെയ്തിട്ട് വലിയൊരു വെബ് തന്നെയാണ് അതല്ലെങ്കിൽ വലിയൊരു ശൃംഖല തന്നെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ഫുഡ് ചെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീരീസ് ഓഫ് ഓർഗാനിസം ബൈ റിപ്പീറ്റഡ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ അപ്പ്. അതായത് ഒരു കൂട്ടം ആളുകളെ ഭക്ഷിക്കുന്നു, അവർ ഭക്ഷിക്കുന്ന മറ്റൊരാളുകൾ, അതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിനിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡയഗ്രത്തിൽ. പ്രൊഡ്യൂസേഴ്സ് അതായത് പ്ലാന്റ്സ്, പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് എലിയാണ്. എലിയെ ഈറ്റൺ ചെയ്യുന്നത് ആരാ? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ട് സ്നേക്സിനെ ടേഴ്സറി കൺസ്യൂമേഴ്സ് ഈക്കിളും അതുപോലെ തന്നെ മറ്റു വല്ല ജന്തുക്കളൊക്കെ പാമ്പിനെ ഈറ്റ് ചെയ്യും. പിന്നെ ഇവരെയൊക്കെ ടേഴ്സറിയിൽ വരുന്നതാണ്, ടേഴ്സറി അല്ല, ഡീകമ്പോസേഴ്സ് ആണ്. ഇതിലെല്ലാത്തിനെയും വേണമെങ്കിൽ ഈറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഉറുമ്പ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫുഡ് ചെയിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഗ്രേസിംഗ് ഫുഡ് ചെയിന്, രണ്ടാമത്തത് ഡെട്രിറ്റസ് ഫുഡ് ചെയിന്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന സാധാ ഫുഡ് ചെയിനാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഡിറൈവ്ഡ് ബൈ ദ ഓർഗാനിക് വേസ്റ്റ് ആൻഡ് ഡെഡ് മാറ്റർ ഫ്രം ഗ്രേസിംഗ് ഫുഡ് ചെയിൻസ്. അതായത് നമ്മൾ ഡെഡ് ഓർഗാനിസത്തിൽ നിന്നൊക്കെ അവരെ ഭക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ശൃംഖലേനെയാണ് ഡെഡ് മാറ്റർ എന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ഫുഡ് ചെയിനെയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഗ്രേസിംഗ് ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിനാണ് ഇവിടെ ഫസ്റ്റത്തെ ഡയഗ്രാം എക്സാമ്പിൾ തന്നിട്ടുള്ളത്.
ലീവ്സ്, ക്യാബേജിനെ ഈറ്റൺ ചെയ്യുന്ന ആളുകളാണ് കാറ്റർപില്ലർ. അതായത് ഒരു തരം പുഴുക്കളാണ് ഈറ്റൺ ബൈ കാറ്റർപില്ലർ. അവരെ ഈറ്റ് ചെയ്യുന്നതാണ് ത്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ നോർമൽ ഫുഡ് ചെയിൻ. ഇവിടെ നോക്കൂ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്, ഡെഡ് ഓർഗാനിക് മാറ്റർ എന്ന്. ഓക്കെ, ഇവിടെ ഡെട്രിറ്റസ് അവരെ കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? പ്രൈമറി ഡെട്രിറ്റസ് ഫീഡർ, അതായത് അതും ഓരോ പഴുതാരകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വേംസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതാണ്. ദെൻ സെക്കൻഡറി ഡെട്രിറ്റസ് ഫീഡർ, അവരെ ആഹാരമാക്കുന്ന മറ്റ് ചില ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നുള്ള ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ഡെട്രിറ്റസ്. ക്ലിയർ? നെക്സ്റ്റ് ദ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ ഫുഡ് ചെയിനിലുള്ള ബിഗിനിങ് സ്റ്റാർട്ടറാണ് എന്ത്, നമ്മളൊരു ഏതൊരു ഫുഡ് ചെയിനിൻ്റെയും ഓക്കെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെയാണ് മെയിനായിട്ട് പ്രൊഡ്യൂസേഴ്സിൽ വരുന്നത്. ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ട് അവർ സ്വയം പാകം ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസേഴ്സിൽ നമുക്കറിയാം ഓൾ എനർജി കംസ് ഫ്രം ദ സൺ. നമുക്കറിയാം എല്ലാ എനർജിയുടെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. ആൻഡ് പ്ലാന്റ്സ് ആർ ദ വൺ ഹു മേക്ക് ഫുഡ് വിത്ത് ദാറ്റ് എനർജി. നമുക്കറിയാം പ്ലാന്റ്സ് ഒക്കെ ഭക്ഷണം പാകം ചെയ്യുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഈ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് ആ യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ്. പ്ലാന്റ്സ് ഓൾസോ മേക്ക് ന്യൂട്രിയൻസ് ഫോർ അതർ ഓർഗാനിസംസ് ടു ഈറ്റ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എന്താണ്, ആ പ്ലാന്റ്സിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ മറ്റ് അത് ഭക്ഷിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നോക്കൂ, 6CO2 + 6H2O, അതായത് വാട്ടർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് എന്താവുന്നുണ്ട്, ഷുഗർ ആൻഡ് ഓക്സിജൻ. C6H12O6 ആണ് ഷുഗറിൻ്റെ ഫോർമുല. ദെൻ ഓക്സിജൻ O2. അപ്പോൾ ഇത് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഷുഗറും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ ബയോ മാഗ്നിഫിക്കേഷൻ. എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻ? നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, നമ്മൾ പെസ്റ്റിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടോക്സിക് കണ്ടൻസൊക്കെ നമ്മൾ കീടനാശിനികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കീടനാശിനികളുടെയൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഫുഡ് ചെയിൻ, അതായത് നമ്മളിപ്പോൾ വിളകളിലും അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലൊക്കെ അത് യൂസ് ചെയ്താൽ അവിടെ ഒരുപാട് ഓർഗാനിസംസ്, അവിടെ ഇതേപോലെ ഒരുപാട് ഫുഡ് ചെയിൻ ഒന്നിനെ ആഹാരമാക്കുന്ന മറ്റ് ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ചെയിനെ അത് എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ 2 ഡെഫിനിഷൻസ് ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബയോ മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ടോക്സിൻസ് ത്രൂ ദ ട്രോഫിക് ലെവൽസ് ഓഫ് ദ ഫുഡ് ചെയിൻ. It results in an increased concentration of the toxins in the higher organisms of the food chain. Okay, then result of the process of bio accumulation and biotransfer, by which tissue concentrations of chemicals in organisms at one trophic level exceeds tissue concentrations in organisms at the next lower trophic level in a food chain. ഇത് സെയിം കണ്ടന്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോ അക്യുമുലേഷൻ അല്ലെങ്കിൽ ബയോ ട്രാൻസ്ഫർ ഓഫ് എന്താണ് ടിഷ്യൂ കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽസ്. അത് കെമിക്കൽസിൻ്റെ കണ്ടൻസ് കൂടുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് അതിനുള്ളത്. ഓരോ ട്രോഫിക് ലെവൽ, അതായത് നമുക്കറിയാം ഓരോ ട്രോഫിക് ലെവൽ നേരത്തെ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓരോ ലെവലിലേക്ക് ആ ഫുഡ് ചെയിനിലുള്ള ഓരോ ഫുഡ് ഓർഗാനിസത്തിലും ആ ഒരു ടോക്സിക് കണ്ടൻറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഹാംഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ബയോമാഗ്നിഫിക്കേഷൻ ദ സെയിം തന്നെയാണ്, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതാണ്. ബയോമാഗ്നിഫിക്കേഷൻ ഈസ് ദ increase in concentration of a substance such as pesticide that occur in a food chain. ഫുഡ് ചെയിനിൽ എന്താണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ കൂടിക്കഴിഞ്ഞാലാണ് എന്ത് ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാവുന്നത്. ദ പൊല്യൂട്ടൻ്റ് എൻറ്റേഴ്സ് ദ ഫസ്റ്റ് ഓർഗാനിസം ഇൻ എ ഫുഡ് ചെയിൻ. അതായത് ഫസ്റ്റ് ആരാണോ ഫുഡ് ചെയിനിലുള്ള ഫസ്റ്റ് ആൾ, അവരിലേക്കാണ് ആ ഒരു മെറ്റീരിയൽ ആദ്യം എത്തുന്നത്. സെക്കൻഡ് ഓർഗാനിസം ഇൻ ദ ചെയിൻ കൺസ്യൂംസ് ദ ഫസ്റ്റ്. നമുക്കറിയാം സെക്കൻഡ് വണ്ണാണ് ഫസ്റ്റിനെ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. അപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്യുന്നു ദ പൊല്യൂട്ടൻ ടു മൂവ്സ് ഇൻ ടു ദ സെക്കൻഡ് ഓർഗാനിസം. രണ്ടാമത്തെ ആളുകളിലേക്കും അതെന്ത് ചെയ്യുന്നു, എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, സോ ആസ് വി ഗോ അപ്പ് ദ ലെവൽസ് ഓഫ് ദ എക്കോളജിക്കൽ പിരമിഡ്, നമുക്ക് എക്കോളജിക്കൽ പിരമിഡ് നമുക്കറിയാം നെക്സ്റ്റ് വരുന്നുണ്ട്. സോ ആ ഒരു അങ്ങോട്ട് ഓരോ പിരമിഡ്, അതായത് നിങ്ങൾക്ക് പിരമിഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്, അതായത് ഓരോ ലെവൽസ് ആയിട്ട് എത്ര എനർജി ഓരോരുത്തർക്കും പാസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഓരോ ലെവലിലും അവരുടെ ആ ഒരു എനർജി ലെവല് എന്ത് ചെയ്യുന്നു, കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബയോമാഗ്നിഫിക്കേഷൻ, ആ പൊല്യൂട്ടൻ്റ് ഓരോ ഓർഗാനിസത്തേക്ക് എത്തുമ്പോഴും അവർക്കത് ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ എ ബിൽഡപ്പ് ഓഫ് DDT കോൺസെൻട്രേഷൻ. DDT നിങ്ങൾക്കറിയാം ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. അതായത് ഒരു ഹാംഫുൾ പെസ്റ്റിസൈഡാണ്, അത് നിരോധിച്ചിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് DDT എന്ന് പറയുന്നത്. അപ്പോൾ ഈ DDT യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ബേർഡ്സിൽ ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് DDT വാസ് ഒബ്സർവ്ഡ് ഇൻ സം ബേർഡ്സ്. ചില ബേർഡ്സിൽ ഓസ്പ്രേ പോലുള്ള ബേർഡ്സിലൊക്കെ അത് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പോപ്പുലേഷൻ തന്നെ ഈ ഒരു ഹാംഫുൾ സബ്സ്റ്റൻസ് കൊണ്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. ദ യങ് വൺസ് ഓഫ് ദിസ് ബേർഡ് were found to hatch in a premature condition which led to their death. അതായത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില പുതിയ ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ അവരുടെ പുതുതായിട്ടുള്ള ചില ബേർഡ്സൊക്കെ ഈ ഇതിൻ്റെ കുട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമെച്ചർ, ഒരു പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടികളോ അങ്ങനെയൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അവർ മരണത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു പോപ്പുലേഷൻ കുറയാൻ കാരണം. ഓക്കെ, then this was later found to due to biomagnification of DDT through the food chain. അതായത് പിന്നീടാണ് DDT കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷൻ ഓസ്പ്രേ ബേർഡ്സിൻ്റെയൊക്കെ പോപ്പുലേഷൻ കുറയാൻ കാരണം ഇതാണെന്ന് പിന്നീടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ DDT is one of the pesticide, a chemical used to control pest in very low concentration. അതായത് നമുക്കറിയാം പെസ്റ്റിസൈഡ്സിന് നമ്മുടെ ഈ പെസ്റ്റിനൊക്കെ കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോ കോൺസെൻട്രേഷൻ, അളവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് DDT. Okay, the concentration of DDT was magnified several thousand times in the birds, which caused thinning of shells in the birds' eggs, causing death. അതായത് ചില ഇത് യൂസ് ചെയ്തിട്ട് ഈ ബേർഡ്സിൻ്റെയൊക്കെ മുട്ടയുടെ ആ ഒരു പുറം ഭാഗത്തുള്ള ആ ഷെല്ലിൻ്റെ ഒക്കെ കട്ടി കുറഞ്ഞിട്ട് പുതുതായിട്ട് ആ ഒരു ബേർഡിന് ഉണ്ടാവാനുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞതുകൊണ്ട് മരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരുപാട് ഡെത്ത് ഈ ഒരു ബേർഡ്സിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. മീൻസ് ആനിമൽസ് ഓക്യുപ്പൈങ് ഹയർ ട്രോഫിക് ലെവൽസ് ആർ ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓഫ് ദ ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് ടോക്സിക് കെമിക്കൽ. അതായത് ഓരോ ട്രോഫിക് ലെവലിലും കൂടുമ്പോഴും, അതായത് ടോപ്പ് ലെവലിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും ടോക്സിക് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം. ഒരു എനർജി ഫ്ലോ എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിൽ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ നമുക്ക് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ മാത്രമേ എനർജി പറ്റത്തുള്ളൂ. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഓൺലി
is transformed from one form to another. Then second law of thermodynamics എന്താ പറയുന്നത്? The second law of thermodynamics states that no energy transformations are 100% efficient. അതായത് ഒരു എനർജി ട്രാൻസ്ഫോർമേഷനും 100% 100%ഉം എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ 10% റൂൾ ഓഫ് എനർജിയുടെ ഒരു 10% റൂൾ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ആസ് എ റൂൾ ഓഫ് തമ്പ് 90% of the energy involved is degraded at each transfer and only 10% of the energy is conserved in the organism's tissue. അതായത് ഇപ്പോൾ നമ്മളൊരു ഫുഡ് ചെയിനിലൊക്കെ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഫുഡ് എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫസ്റ്റ് ഒരു എനർജി ഉണ്ടായിരിക്കും, ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി. അത് 100% അടുത്തൊരു ലെവലിലേക്ക് എത്തില്ല. അതിലൊരു 90% എന്ത് ചെയ്യുന്നുണ്ട്, ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ലോസായി പോവാണ്. 10% മാത്രമേ അടുത്തുള്ള അത് ഭക്ഷിക്കുന്ന ആളുകളിലേക്ക് അവരുടെ ടിഷ്യൂസിലും കാര്യങ്ങളിലൊക്കെ കൺസർവ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് 10% റൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.